പോട്ടി കറി ഉണ്ടാക്കാം. പോട്ടി വരട്ടിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് കഴുകി വെച്ചിരിക്കുന്ന നല്ല പോട്ടി ഉണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കാണ്. വെള്ളമൊന്നും വേണ്ട, ഇതിനകത്ത് നിന്ന് നല്ല വെള്ളം ഇറങ്ങിക്കോളും. നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പം നമ്മൾക്ക് ചട്ടി അടുപ്പ് വെക്കാം. നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. പൊട്ടിക്കകത്ത് നല്ല നെയ്യുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ല, ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഇത്തിരി താമസം വരും കേട്ടോ. അതുകൊണ്ടാണ് ഇടാൻ വൈകിയത്. ഇടാട്ടോ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് വഴന്ന് വരട്ടോ. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്തില്ലെങ്കിൽ അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ചിട്ട് ചേർക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ട്രൈ ആക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത്തിരി തേങ്ങ വാടി വരുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇത് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടിക്കോട്ടെ കേട്ടോ.
ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള വാടാനായിട്ട് നമുക്കൊരു നുള്ളിപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വാടുന്ന വരെ അടച്ച് വെക്കാം. അപ്പം നമുക്ക് തുറന്ന് അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ട. സവോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് വേണ്ട പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പം നമ്മൾ തീ നല്ലപോലെ കുറച്ചിടുക. ആദ്യം കുറച്ച് മല്ലിപ്പൊടി മതിയിട്ട് മല്ലിപ്പൊടി നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല, സോറി ഇട്ടാൽ ഗരം മസാല അല്ല, നമ്മൾ സാധാ മീറ്റ് മസാലയാണ് ഇത്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ. ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി. ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ പൊടികളുടെ ഒന്ന് പച്ചക്കുത്തലൊക്കെ മാറിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടിട്ട് കൊടുക്കാം. ഇത് മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, മസാല മൂത്തൻ്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് തീ ഒന്ന്
അല്പം കൂട്ടി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് വലിയുന്നവരെ നമുക്കൊന്ന് അപ്പോഴത്തേനും മസാലയൊക്കെ നമ്മുടെ അതിനകത്ത് പിടിക്കും. നമ്മുടെ പോട്ടികളും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിയിലും ഒക്കെ നമ്മുടെ ആ മസാല ഗ്രേവി ഒന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നമുക്ക് ഇത് 1 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഇത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനകത്ത് വേറെ ഇത് സാധനങ്ങൾ ചേർക്കാറുണ്ട്. അത് ഒരു ഇത് ഞങ്ങളിവിടെ പൊടിച്ച 5 മസാലയാണ്. അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കുരുമുളക് പൊടി. പോട്ടിക്ക് എപ്പോഴും കുരുമുളകാണ് ഹൈലൈറ്റ്. ഇപ്പം നമ്മൾ ഇച്ചിരി കുരുമുളക് ഓവറായിട്ട് പൊടിച്ചതല്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തതുപോലത്തെ കുരുമുളക് പൊടി ഇടണം. അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുള്ളൂ. കടിക്കും ആ കുരുമുളകിൻ്റെ ഫ്ലേവർ. കുരുമുളക് ഇങ്ങനെ കടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് പോട്ടികൾ കിട്ടുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് പോട്ടി വരയ്ക്കുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ പാചകവും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാചകവും കൂടി ആകാം അല്ലേ. ഇപ്പോൾ കറി ഏകദേശം നമ്മുടെ പോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാചകം കഴിഞ്ഞു. തീ ഓഫ് ചെയ്യണം. ഓക്കെ, ഇനി കുറച്ച് പാചകമാകാം. ഞാൻ ഇന്ന് പറഞ്ഞില്ല ഇത്രയും നേരമായിട്ട് നമ്മുടെ കുടമുല്ല വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കുടമുല്ല വ്ളോഗ് എന്നാണ്. അപ്പോൾ അതിനകത്തായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോട്ടിക്കറി നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് പിന്നെ എന്താ, നിങ്ങളോട് സംസാരിക്കാൻ ആരുമില്ലേ? നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് സംസാരിച്ചോ. കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഉള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഇപ്പം ഒരാൾ കേൾക്കാനുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ചും വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അമ്മമാർക്കും അതുപോലെയുള്ള കുട്ടികൾക്കും ഒക്കെ ഒത്തിരി സംസാരിക്കാനുണ്ടാവും. എന്നെ അപ്പോൾ അവർ പറയുന്നത് നമ്മളൊന്ന് കേൾക്കാനായിട്ട് ഒരു ചെവി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അത് കിട്ടാതെ എത്രയോ പേര് ഞാനങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. അപ്പം എന്നെപ്പോലെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടാകും. ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പേടിയുള്ളവരുണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ, നമുക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എന്നോട് സംസാരിക്കും. നമുക്കതിന് മറുപടി ഞാൻ തരുന്നതായിരിക്കും. വലിയ കാര്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ മനുഷ്യ സഹജമായി നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ഹാപ്പി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയും. നമുക്ക് കുറച്ച് ആയിട്ട് നമുക്ക് അതിനൊക്കെ മറുപടിയും തരാം. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ലൈവിന് വരുന്നുണ്ട്. നമുക്ക് ലൈവിൽ നേരിട്ട് സംസാരിക്കാം. അന്നേരം നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവരൊക്കെ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ശുഭദിനം.